ഞായറാഴ്ച തുറക്കാതെ കുടുംബാരോഗ്യ കേന്ദ്രം. പത്തനംതിട്ട ചെന്നീർക്കര മഞ്ഞനിക്കര കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഞായറാഴ്ച പ്രവർത്തനം മുടക്കിയത്. ആശുപത്രിയിലെത്തിയ രോഗികൾ പലരും മടങ്ങിപ്പോകേണ്ട അവസ്ഥയായ. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു PHC സെന്റർ. അല്ലെങ്കിൽ ഞായറാഴ്ചയൊക്കെ ഉച്ചവരെയാണ് പ്രവർത്തനം. ഇവിടെ അതും ഇല്ല എന്നുള്ളതാണല്ലേ? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ സാധാരണഗതിയിൽ ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഉച്ചയ്ക്ക് 1:30 വരെയൊക്കെ OP സമയം എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ആ വ്യവസ്ഥ. പക്ഷേ ഈ മഞ്ഞനിക്കര ചെന്നീർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഇന്ന് ഞായറാഴ്ച അവധി ദിവസമായി പ്രഖ്യാപിച്ചുകൊണ്ടത് ജീവനക്കാരും എത്താതെ ആശുപത്രി അടച്ചിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. FHC എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ തീർത്തും സാധാരണക്കാർക്കുള്ള ആശ്രയ കേന്ദ്രമാണ്. അവരുടെ ആശുപത്രി കേന്ദ്രമാണ് ഈ FHC. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണ്. അങ്ങനെയുള്ള ഒരു കേന്ദ്രമാണ് ഈ രീതിയിലൊരു നടപടി ചെയ്തിരിക്കുന്നത്. ഒരുപാട് രോഗികൾ ഇന്ന് രാവിലെ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നു. പക്ഷേ ഈ ആശുപത്രി അടഞ്ഞു കിടക്കുന്നത് കണ്ട് അവരൊക്കെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഏറ്റവും ശ്രദ്ധേയം ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിന്റെ മണ്ഡലത്തിൽപ്പെടുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ് ഈ മഞ്ഞനിക്കര കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ജീവനക്കാരൊക്കെ കൂട്ടത്തോടുകൂടി അവധിയെടുത്ത് ആശുപത്രി അടച്ച് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രോഗികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയുമായിട്ടൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു ഗൗരവം ഈ വിഷയത്തിന് നൽകണമെന്നുള്ള ആവശ്യമാണ് രോഗികൾ പറയുന്നത്. എന്തായാലും ഇതിനെതിരായിട്ട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ആശങ്കയുള്ളൂ. എന്തായാലും അത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് രാഖി. ശരി ഗൂഗിൾ, എന്തായാലും പത്തനംതിട്ട ചെന്നീർക്കരയിലുള്ള മഞ്ഞനിക്കര കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഞായറാഴ്ച പ്രവർത്തനം മുടക്കിയത്. ആശുപത്രിയിലെത്തിയ രോഗികളെല്ലാം നിരാശയോടുകൂടി മടങ്ങിപ്പോവുകയായിരുന്നു. ഗൂഗിൾ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.